പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കർത്താവെ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ. അപ്പോൾ അത് കൃപയാകുന്നു. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത്, ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത്, അതിശയമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. സങ്കീർത്തനം 71:14. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ വായ ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ വായ ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. 22-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കും. ആമേൻ ആമേൻ. ഞാൻ കിന്നരം കൊണ്ട് അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. ഈ പ്രഭാതി സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളും അല്പസമയം ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് ഓർത്ത് നോക്കി. ഈ 22-ാം തീയതി പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയല്ലേ നമ്മളിവിടെ എത്തിയത്? കർത്താവിൻ്റെ ആ സ്നേഹവും വിശ്വസ്തതയുമല്ലേ നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്? ആ വൻ കൃപയ്ക്കായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട്, വലിയ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കർത്താവെ കേൾക്കുവാൻ, കർത്താവെ അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത് ഞങ്ങളുടെ ഫെയ്ത്താണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾക്കുള്ള ഉറപ്പാണ്. ഇന്ന് ഞങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി വരുവാൻ ഞങ്ങൾക്ക് വഴി തുറന്നിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, പല സമയങ്ങളിലായിട്ടായിരിക്കാം കേൾക്കുന്നത്, പക്ഷേ ഇന്നിവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ മേലൊരു പ്രത്യേക ആത്മപകർച്ച ഉണ്ടാകണമേ. അങ്ങയുടെ മഹത്വം ഇവരുടെ മേൽ വർദ്ധിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഇവർ നിറയപ്പെടണമേ. അങ്ങയുടെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കണമേ. അസാധാരണമായ ആത്മീക അനുഭവങ്ങളും അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്കുണ്ടാകണമേ. കർത്താവേ, അങ്ങേ കൂടുതൽ അറിയുവാൻ, അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ ഇത് മുഖാന്തരമായി തീരണമേ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് യൂറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, യൂറിനകത്തുള്ള ഇൻഫെക്ഷനുകൾ, മൂത്രം പോകുമ്പോഴുള്ള വേദനകൾ ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കിഡ്നിയിലുള്ള സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ റിമൂവായി പോകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ മൈഗ്രെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ മൈഗ്രെയിൻ്റെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ. മൈഗ്രെയിൻ്റെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ.
കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. ആത്മാവിന് വലിയ പകർച്ച കുഞ്ഞുങ്ങളുടെ മേൽ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, സാമ്പത്തിക ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് സ്വർഗീയ പ്രൊവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഹോവ യേശുവിൻ്റെ നാമത്തിൽ ചില ദൈവിക പ്രൊവിഷനുകൾ, സ്വർഗീയ പ്രൊവിഷനുകൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്നലത്തെ രാത്രിയിലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തല്ലോ, അതിനായിട്ട് സ്തോത്രം. അങ്ങ് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച അങ്ങയുടെ തിരുവെഴുത്തുകൾക്കായിട്ടും റെവലേഷനുകൾക്കായിട്ടും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്നലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. നാളെ നമുക്ക് വീണ്ടും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാവും. പ്രാർത്ഥിക്കുക. നിങ്ങൾ തക്ക സമയത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും പങ്കെടുക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഫിലോമോൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. കർത്താവിൽ, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഫിലോമോൻ എഴുതുന്ന ലേഖനമാണിത്. അത് ഫിലോമോനോട് പറയാം, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ തണുപ്പിക്കുക. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് ലേഖനം പുറത്തോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒനിസിമോസ് എന്ന് പറയുന്ന ആ സഹോദരന് വേണ്ടിയാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നത്. അപ്പോൾ അതിനകത്ത് പറയുക, അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലോമോനോട് പറയാം, സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിലൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് തണുപ്പിച്ച് തരണം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ അഭിഷേകം പ്രാപിച്ചത് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അനേകർക്ക് ദൈവികമായ അനുഭവങ്ങളെ പകർന്നു കൊടുക്കുവാനും അനേകരുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആമേൻ. ഒരു പക്ഷേ നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പലരുടെയും പ്രാർത്ഥനകളുടെ മറുപടിയാകാൻ സാധിക്കത്തില്ലേ? പലരും പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് സാധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ പലരോടും പറയും പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നതിന് പകരം അവർക്കൊരു അനുഭവം കൊടുക്കുവാൻ, ഒരു പക്ഷേ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് വളരെ ചെറിയ ആവശ്യങ്ങളായിരിക്കാം. അതിനെ നിങ്ങൾക്ക് സാധിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളിലൂടെ കർത്താവ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവരനുഭവിക്കത്തില്ലേ? അവൻ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിന്നിലൂടെ എനിക്ക് ചില ദൈവിക അനുഭവങ്ങളെ വേണം, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിലൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. സോ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓരോ ദൈവമക്കളും ഒരു തീരുമാനമെടുക്കണം. എന്നിലൂടെ അനേകരെ ഞാൻ തണുപ്പിക്കുന്നവനായി മാറും. അനേകരെ ചൂടാക്കുന്നവനല്ല, അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അനേകരെ എൻകറേജ് ചെയ്യുവാൻ, അനേകരെ സമാധാനിപ്പിക്കുവാൻ, അനേകരെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കണം. ഓരോ പ്രഭാതത്തിലും പറഞ്ഞു, കർത്താവെ, ഇന്ന് ഒരാളെയെങ്കിലും എൻകറേജ് ചെയ്യുവാൻ സഹായിക്കും. നിരാശപ്പെട്ടിരിക്കുന്ന, തളർന്നിരിക്കുന്ന, അവൻ മതി കർത്താവെ, ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുപാടുകളിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ ജോലിയിൽ മടുപ്പ് അനുഭവിച്ച് ജോലി റിസൈൻ ചെയ്ത് വേണ്ട, മടുത്തു എന്ന് പറയുന്നവരുണ്ട്. ജീവിതം മടുത്തവരുണ്ട്. അവൻ പഠിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഓരോ തരത്തിലുള്ളവർ നമുക്ക് സറൗണ്ടിങ്സിൽ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുത്ത് അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ, അവരോടൊന്ന് സംസാരിപ്പാൻ, അവർക്കൊരു സൊല്യൂഷനായി മാറുവാൻ, അവരുടെ ഭാരങ്ങളെ ഒന്ന് ചുമക്കുവാനൊക്കെ എത്ര പേർക്ക് സാധിക്കും പ്രിയപ്പെട്ടവർ? അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം, മറ്റുള്ളവർക്ക് സമാധാനമായി മാറണം, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായി മാറണം, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായി മാറണം. നമ്മളൊരിക്കലും ഒരാളെ താഴോട്ട് പിടിച്ച് ഇറക്കുന്ന വ്യക്തിയായി മാറരുത്. ഒരാളെ തളർത്തി കളയുന്ന വ്യക്തിയായി മാറരുത്. ഒരാളെ ബലഹീനനാക്കി കളയുന്ന വ്യക്തി. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കണം, മറ്റുള്ളവരെ താങ്ങുന്ന വാക്കുകളായിരിക്കണം, മറ്റുള്ളവർക്ക് മുൻപോട്ട് പോകാൻ ഉന്മേഷം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം, അവരുടെ ഡെസ്റ്റിനിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് അവരെ നയിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മളിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ആത്മീക പക്വത എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു.
പരാജയപ്പെട്ട് മനസ്സും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ആശ്വസിപ്പിച്ച് എൻകറേജ് ചെയ്ത് ആ വ്യക്തിയെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നു, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്മീക പക്വത എന്ന് പറയുന്നത്. പലരും പറയുന്ന ആത്മീക പക്വത എന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത്. നോ, വലിയ പ്രസംഗങ്ങളോ വലിയ പ്രവൃത്തികളോ ഒന്നുമല്ല. നമ്മളെ മേൽ വന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യനെ വാക്കുകൊണ്ട് താങ്ങുവാൻ. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസവും ആഗ്രഹിക്കണം, കർത്താവേ ആരെയെങ്കിലും ഒന്ന് താങ്ങുവാൻ, ആർക്കെങ്കിലും ഒരു ആശ്വാസമായി മാറുവാൻ, ആർക്കെങ്കിലും അവരുടെയെങ്കിലുമൊക്കെ ഭാരങ്ങളെ ചുമക്കുവാൻ. ഒത്തിരി പേരുണ്ട് പ്രിയപ്പെട്ടവർ, അവരുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ ആളില്ലാതിരിക്കുന്നവർ, അവരുടെ ഭാരം ഒന്ന് ഇറക്കി നമ്മുടെ തോളിലോട്ടൊന്ന് വെക്കോട്ടെ, അവർക്കൊരാശ്വാസമായി മാറുവാൻ ഒക്കെ നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കണം. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നമുക്ക് മാറാൻ കഴിയും, അവർക്ക് ആശ്വാസമായി നമുക്ക് മാറാൻ കഴിയും. ഇന്ന് പ്രഭാതി കർത്താവ് അതിനായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഒരുക്കട്ടെ. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരും മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്നവരായി തീരട്ടെ, വേദനകളെ ചുമക്കുന്നവരായി തീരട്ടെ, മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നവരായി തീരട്ടെ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായി മാറട്ടെ, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്ന വ്യക്തികളായി തീരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.